WWE-യിൽ നമ്മൾ ഒരുപാട് സ്റ്റോറി ലൈനുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ പലതും മുഴുവനാക്കാതെ എൻഡ് ചെയ്തതായിട്ടും ആ സ്റ്റോറി ലൈൻ മാറ്റിയതായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ മത്സരിക്കുന്ന റെസ്ലേഴ്സ് പറഞ്ഞിട്ട് ആ കഥ മാറ്റിയതുണ്ട്. WWE-യുടെ മാനേജ്മെന്റിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആ സ്റ്റോറി ലൈൻ മാറ്റിയതുണ്ട്. ട്രിപ്പിൾ എച്ചിന്റെ നിർദ്ദേശപ്രകാരം മാറ്റിവെച്ച കഥകളുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കഥ തന്നെ മാറ്റിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് WWE-യിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്ന എന്നാൽ പിന്നീട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോറി ലൈനുകളെ കുറിച്ചാണ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും എന്തുകൊണ്ടാണ് അവയെല്ലാം തന്നെ ക്യാൻസൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു റെസ്ലിംഗ് മലയാളം. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. ആദ്യത്തെ കഥ 2007 ജൂൺ 11 നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിലായിരുന്നു. വിൻസ് മക്മാൻ ആയിരുന്നു റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വന്നുകൊണ്ട് വിൻസ് മക്മാൻ അപ്രിസിയേഷൻ നൈറ്റ് എന്നായിരുന്നു ആ ഒരു ഷോയെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തെ പുകഴ്ത്താൻ വേണ്ടി ഒരു മനുഷ്യന്മാർ പോലും അവിടേക്ക് എത്തിയില്ല. വലിയ വലിയ താരങ്ങളെല്ലാം തന്നെ വന്നുകൊണ്ട് വിൻസിനെ നന്നായിട്ട് കളിയാക്കി. ആകെ തകർന്ന് നിശബ്ദനായിട്ട് മുമ്പോട്ട് നടന്നുപോയി ബാക്ക് സ്റ്റേജിലെത്തി അദ്ദേഹത്തിന്റെ ലിമോസിനിലേക്ക് കയറി. ലിമോസിനിലേക്ക് കയറിയ ഉടനെ തന്നെ ആ ഒരു ലിമോസിൻ വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതെ, ആ കാറിനകത്ത് വിൻസ് മക്മാനെ വെച്ചുകൊണ്ട് ആ കാർ കത്തിയിരിക്കുന്നു. ശരിക്കും അക്കാലത്ത് അത് കണ്ട ആർക്കും തന്നെ അതൊരു അഭിനയമാണെന്നോ അതൊരു സ്റ്റോറി ലൈൻ ആണെന്നോ എന്നുള്ളത് മനസ്സിലാക്കാനേ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു WWE അത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇത് നമ്മൾ മാത്രമല്ല, അതായത് ഈ കാണുന്ന കാണികൾ മാത്രമായിരുന്നില്ല വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ വിൻസ് മക്മാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുണ്ടായിരുന്ന ഡൊണാൾഡ് ട്രംപ് വരെ, അതായത് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വരെ വിൻസിന്റെ ഓഫീസിലേക്ക് അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ളത് ചോദിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ തൊട്ടടുത്ത ദിവസം സ്റ്റോക്ക് മാർക്കറ്റിൽ WWE-യുടെ ഓഹരി വില പോലും ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വിൻസ് മക്മാൻ മരിച്ചതുകൊണ്ട് ആ ഒരു WWE എന്ന് പറഞ്ഞുള്ള കമ്പനി പൂട്ടാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള രീതിയിലായിരുന്നു ആ കാലത്ത് എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും WWE അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കുറച്ച് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നു WWE പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മർഡർ മിസ്റ്ററിയുടെ തുടക്കമായിരുന്നു അത്. തൊട്ടടുത്ത എപ്പിസോഡിൽ FBI അന്വേഷണം തുടങ്ങും. വിൻസ് മക്മാന്റെ ശവസംസ്കാരമായിരിക്കും അടുത്ത റോ എപ്പിസോഡിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. സംശയപ്രകാരം വിൻസിന്റെ ഭാര്യ ലിൻഡ മക്മാനെ അറസ്റ്റ് ചെയ്യും. ആരാണ് കൊലപാതകി എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ആയിരിക്കും WWE-യുടെ റോ എപ്പിസോഡുകളിൽ നടക്കാൻ ചാൻസ് ഉള്ളത്. ഏറ്റവും അവസാനം വിൻസിന്റെ ഒരു അവിഹിത സന്തതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി കടന്നു വരും. ആ ഒരു മകനാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളത് അറിയും. ആ മകനായിട്ട് ശരിക്കും വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് മിസ്റ്റർ കെന്നഡി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു റെസ്ലറെ ആയിരുന്നു. WWE-യുടെ മുഴുവൻ അധികാരവും അയാൾ പിടിച്ചെടുക്കും. പിന്നീട് അധികാരത്തിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ട്രിപ്പിൾ എച്ചിനെതിരെയോ അല്ലെങ്കിൽ ഷെയ്ൻ മക്മാനെതിരെയോ മിസ്റ്റർ കെന്നഡി റെസ്ൽമേനിയ 24 മത്സരിക്കും. ആ ഒരു മത്സരത്തോടു കൂടി ഈ ഒരു കഥ അവസാനിപ്പിക്കും എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു WWE പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതെങ്ങനെയാണ് ക്യാൻസൽ ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നല്ല അടിപൊളി കഥയായിട്ടും ഇത് ക്യാൻസൽ ചെയ്യാനുണ്ടായ ഏറ്റവും പ്രധാന കാരണം 2007 ജൂൺ 24 WWE റെസ്ലറായിട്ടുള്ള ക്രിസ് ബെൻവ അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകനെയും കൊന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഈ ഒരു കാര്യം വെച്ചുകൊണ്ടായിരുന്നു WWE വിൻസിന്റെ കഥ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് വിൻസ് മക്മാന്റെ ശവസംസ്കാരം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഷോയിൽ നടന്നിട്ടുണ്ടായിരുന്നത് ക്രിസ് ബെൻവയുടെ മരണത്തിന് ശേഷമുള്ള ട്രിബ്യൂട്ട് ഷോ ആയിരുന്നു. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഒരു മരണം നടക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു സ്റ്റോറി ലൈൻ ആയിട്ട് WWE-ക്ക് പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടായിരുന്നു അവർ ആ ഒരു സ്റ്റോറി ലൈൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വിൻസിന്റെ കഥ പൂർണ്ണമായും ഉപേക്ഷിച്ചു. മാസങ്ങൾക്ക് ശേഷം വിൻസ് തന്നെ വന്നുകൊണ്ട് ആ കഥ എന്തുകൊണ്ടായിരുന്നു എന്ന് പറയുകയുണ്ടായി. നിങ്ങളിൽ പലർക്കും എന്നെ ഇഷ്ടമല്ല എന്നുള്ളത് അറിയാം. എത്രത്തോളം പേർക്ക് എന്നെ ഇഷ്ടമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നാണ് വിൻസ് തന്നെ പറഞ്ഞത്. പിന്നീട് അദ്ദേഹത്തിന്റെ അവിഹിത സന്താനത്തിന്റെ സ്റ്റോറി ലൈൻ വീണ്ടും WWE കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് മിസ്റ്റർ കെന്നഡി ആയിരുന്നില്ല, ഹോൺസ് വോഗൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു റെസ്ലർ ആയിരുന്നു വിൻസിന്റെ മകനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതും വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമേ ആ ഒരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നുള്ളൂ. അതും ഒരു കോമഡി സ്റ്റോറി ലൈൻ ആയിട്ട് WWE അത് എൻഡ് ചെയ്യുകയുണ്ടായി. ഇനി അടുത്തതായിട്ടുള്ള സ്റ്റോറി ലൈൻ ഇത് നടന്നിട്ടുണ്ടായിരുന്നത് 2011 CM പങ്കിന്റെ പൈപ്പ് ബോംബ് പ്രോമോയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് മുകളിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ടോ ആ വീഡിയോ കാണാവുന്നതാണ്. 2011 ജൂൺ 27 ആയിരുന്നു പൈപ്പ് ബോംബ് പ്രോമോ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. WWE-യുടെ ഫാൻസ് ഇതുവരെ കാണാത്തൊരു കാര്യം തന്നെയായിരുന്നു CM പങ്ക് അവിടെ നിന്നുകൊണ്ട് വിൻസ് മക്മാനെ കുറിച്ചും WWE-യെ കുറിച്ചും ട്രിപ്പിൾ എച്ചിനെ കുറിച്ചും ജോൺ സീനയെ കുറിച്ചും എല്ലാം തന്നെ പബ്ലിക്കായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. ആരാധകർ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ CM പങ്ക് അവിടെ നിന്നും വെളിപ്പെടുത്തുകയുണ്ടായി. വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്നായിരുന്നു പങ്കിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും. പിന്നീട് സമ്മർ സ്ലാമിൽ ജോൺ സീനയെ തോൽപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് എല്ലാം തന്നെ വിജയിച്ചുകൊണ്ട് ഫാൻസിന്റെ ഏറ്റവും ഫേവറേറ്റ് റെസ്ലറായിട്ട് CM പങ്ക് മാറുകയുണ്ടായി.
പക്ഷേ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ സി എം പങ്കിന് തന്റെ വിജയം ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം കെവിൻ നാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന WWE ലെജൻഡ് റെസ്ലർ WWEയിലേക്ക് തിരിച്ചു വന്നു. സി എം പങ്കിനെ ആക്രമിക്കുന്നു, സി എം പങ്കിനെ അറ്റാക്ക് ചെയ്യുന്നു. അതോടെ അപ്പോഴത്തെ മണി ഇൻ ദ ബാങ്ക് വിന്നറായിട്ടുള്ള ആൽബർട്ടോ ഡെൽറിയോ വന്നുകൊണ്ട് തന്റെ ബ്രീഫ് കേസ് ക്യാഷ് ചെയ്തുകൊണ്ട് ന്യൂ ചാമ്പ്യനായി മാറുന്നു. സി എം പങ്കിന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെടുന്നു. സി എം പങ്ക് വേഴ്സസ് കെവിൻ നാഷ് തമ്മിലുള്ള മത്സരം റെസിൽമേനിയയിലേക്ക് വേണ്ടി ഉറപ്പിക്കുന്നു. ഫാൻസും മുഴുവൻ ആവേശത്തിലായിരുന്നു കെവിൻ നാഷിനെ പോലെയുള്ള ഒരു വലിയ വില്ലനെ സി എം പങ്ക് തോൽപ്പിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ ഒരു സ്റ്റോറിയിൽ അവിടെ നിർത്തിക്കൊണ്ട് പിന്നീട് റെസിൽമേനിയയിൽ നടന്നിട്ടുണ്ടായിരുന്നത് സി എം പങ്ക് വേഴ്സസ് ട്രിപ്പിൾ എച്ച് തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. ആ സമയത്ത് WWEയിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കെവിൻ നാഷിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് കെവിൻ നാഷിനെ ആ ഒരു മാച്ചിൽ നിന്നും മാറ്റിയിട്ട് ട്രിപ്പിൾ എച്ചിനെ ആ ഒരു മാച്ചിലേക്ക് ആഡ് ചെയ്തതെന്നാണ്. എന്നാൽ ശരിക്കും കെവിൻ നാഷ് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റിലൂടെ ഇതിന്റെ വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. സി എം പങ്കിനോട് ട്രിപ്പിൾ എച്ചിന് വളരെയധികം ദേഷ്യമുണ്ടായിരുന്നു എന്നുള്ളതും ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് റെസിൽമേനിയയിൽ ഞാൻ പങ്കിനെ തോൽപ്പിക്കുമെന്നുള്ളത് ട്രിപ്പിൾ എച്ച് പറഞ്ഞതുകൊണ്ടാണ് കെവിൻ നാഷിനെ മാറ്റിക്കൊണ്ട് ട്രിപ്പിൾ എച്ച് ആ ഒരു മാച്ചിൽ കയറിയിട്ട് സി എം പങ്കിനെ തോൽപ്പിച്ചത് എന്നുള്ളതുമാണ് അറിയാൻ കഴിയുന്നത്. വെറുതെ അല്ല സി എം പങ്ക് WWEയിൽ നിന്നും മാറിപ്പോയിട്ടുള്ളത്. ട്രിപ്പിൾ എച്ചിന്റെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് കെവിൻ നാഷുമായിട്ടുള്ള ആ ഒരു മത്സരം ട്രിപ്പിൾ എച്ച് ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തെ ആ ഒരു മത്സരത്തിലേക്ക് ആഡ് ചെയ്യുകയായിരുന്നു. അടുത്തതായിട്ടുള്ള ഒരു സ്റ്റോറി 2017 ഡോൾഫ് സിഗ്ലറുടെ കഥയാണ്. WWEയിൽ നല്ല കഴിവുണ്ടായിട്ടും വേണ്ടത്ര അംഗീകാരം ലഭിക്കാത്ത ഒരു റെസ്ലർ തന്നെയാണ് ഡോൾഫ് സിഗ്ലർ. 2017 ഡോൾഫിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് കിട്ടുകയുണ്ടായി. എല്ലാവരും ആവേശത്തിലായിരുന്നു. പക്ഷേ തൊട്ടടുത്ത ആഴ്ച തന്നെ ഡോൾഫ് അദ്ദേഹത്തിന്റെ ചാമ്പ്യൻഷിപ്പ് റിങ്ങിൽ വെച്ചുകൊണ്ട് താൻ അർഹിക്കുന്ന അംഗീകാരം ആരാധകർ നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിങ്ങിൽ നിന്നും ഇറങ്ങിപ്പോവുകയുണ്ടായി. കുറെ കാലത്തേക്ക് ഡോൾഫ് എവിടെ പോയി, എന്തുകൊണ്ടാണ് ഡോൾഫ് വരാത്തത് എന്നുള്ളതെല്ലാം തന്നെ ആരാധകർ ചോദിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് നാളുകളിലേക്ക് WWEയിൽ നിന്നും മാറി നിന്ന് ഒരു ശക്തമായ കഥാപാത്രമായി തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരുന്നു ഡോൾഫ് സിഗ്ലർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഡോൾഫിന്റെ തന്നെ ഏറ്റവും വലിയ ബുദ്ധിയിൽ തെളിഞ്ഞ കാര്യമായിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷം ഡോൾഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ 7 വർഷത്തിനിടയ്ക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ തന്നെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്താണ് എന്നാണ്. പക്ഷേ WWE ഈ പ്ലാനുകളെല്ലാം തന്നെ മാറ്റുകയുണ്ടായി. വെറും 3 ആഴ്ചക്കുള്ളിൽ തന്നെ അടുത്ത വർഷത്തെ റോയൽ റംബിൾ നടന്നു. ആ ഒരു റോയൽ റംബിളിൽ 30ാമത്തെ എൻട്രി ആയിട്ട് ഒരു സർപ്രൈസ് എൻട്രി ഡോൾഫ് സിഗ്ലർ നടത്തി. പക്ഷേ 90 സെക്കൻഡ് മാത്രമേ ഡോൾഫിന് റിങ്ങിൽ നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ റിങ്ങിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുകയുണ്ടായി. ആ കഥയുടെ മുഴുവൻ ആവേശവും അതോടുകൂടി നശിപ്പിച്ചു. WWE ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമ്പോൾ ആളുകൾക്ക് വരുന്ന ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഡോൾഫിന്റെ ലോങ് ടേം സ്റ്റോറി ലൈൻ അവിടെ ക്യാൻസൽ ചെയ്യുകയുണ്ടായി. ഡോൾഫ് വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെസിൽമേനിയയിൽ തനിക്ക് വലിയൊരു മാച്ചിന് വേണ്ടിയിട്ടാണ് തന്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് താൻ ഒഴിവാക്കിയത് എന്നാണ്. എന്നാൽ റെസിൽമേനിയയിൽ ഡോൾഫിന് കിട്ടിയിട്ടുണ്ടായിരുന്ന മാച്ച് ഏതാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? റെസിൽമേനിയയിൽ ആദ്യം നടക്കുന്ന ഒരു ബാറ്റിൽ റോയൽ മത്സരമില്ലേ, അതിലായിരുന്നു ഡോൾഫ് സിഗ്ലർ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കരിയർ തന്നെ തുലച്ചിട്ടുണ്ടായിരുന്ന ഒരു തീരുമാനമായിരുന്നു WWEയുടെ മാനേജ്മെന്റ് എടുത്തത്. പിന്നീട് 2017 സർവൈവർ സീരീസ്, ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ടീം റോ വേഴ്സസ് ടീം സ്മാക്ഡൗൺ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ട്രിപ്പിൾ എച്ച് ഉണ്ടായിരുന്നത് ടീം റോയിലും ഷെയ്ൻ മക്മാൻ ഉണ്ടായിരുന്നത് ടീം സ്മാക്ഡൗണിലും. ട്രിപ്പിൾ എച്ചിന്റെ കൂടെ തന്നെ കേർട്ട് ആംഗിളും ടീം റോയിലും ഉണ്ടായിരുന്നു. ട്രിപ്പിൾ എച്ചിന്റെ ടീംമേറ്റ് ആയിട്ടുള്ള കേർട്ട് ആംഗിളിനെ ട്രിപ്പിൾ എച്ച് ചതിക്കുകയുണ്ടായി. തന്റെ എതിർ ടീമായിട്ടുള്ള ഷെയ്ൻ മക്മാന്റെ ടീമിനെ രക്ഷിക്കുന്ന രീതിയിലായിരുന്നു ട്രിപ്പിൾ എച്ച് അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം ഷെയ്ൻ മക്മാനെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ട്രിപ്പിൾ എച്ച് ആ ഒരു മാച്ചിൽ വിജയിക്കുന്നതായിരുന്നു കണ്ടത്. പക്ഷേ ഇതിലൂടെ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നത് ആർക്കാണെന്ന് അറിയാമോ? ബ്രോൺ സ്ട്രോമാൻ ആയിരുന്നു. അന്ന് ഏറ്റവും വലിയ മോൺസ്റ്റർ ലുക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ബ്രോൺ സ്ട്രോമാൻ ആ ഒരു മാച്ചിൽ റോ ബ്രാൻഡിന് വേണ്ടി മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് പോലെ മാത്രമായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ട്രിപ്പിൾ എച്ചിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കളിപ്പാവ് മാത്രമായിരുന്നു ബ്രോൺ സ്ട്രോമാൻ. മാച്ചിന് ശേഷം ട്രിപ്പിൾ എച്ചിനെ ബ്രോൺ സ്ട്രോമാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള സ്റ്റോറി ലൈൻ പിന്നീട് ഒന്നുമാകാതെ അവസാനിക്കുകയായിരുന്നു. പിന്നീടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു സ്റ്റോറി ലൈൻ ആയിരിക്കും. ബ്രാഗിംഗ് റൈറ്റ്സ് 2010 കെയ്ൻ വേഴ്സസ് അണ്ടർടേക്കർ തമ്മിലുള്ള ഒരു ബറീഡ് അലൈവ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ കെയ്ൻ ആയിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത് അണ്ടർടേക്കറിനെ കുഴിയിലേക്ക് ഇട്ട് മണ്ണിട്ട് മൂടിയപ്പോൾ. എന്നാൽ അന്ന് കെയ്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് നെക്സസ് ടീമും വന്നിട്ടുണ്ടായിരുന്നു. സാധാരണയായിട്ട് അണ്ടർടേക്കറിനെ ആരൊക്കെയാണോ കുഴിയിലിട്ട് മൂടുന്നത് അവർക്കെതിരെ അണ്ടർടേക്കർ വന്നുകൊണ്ട് മത്സരിക്കുന്ന ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാകാറുണ്ട്. അണ്ടർടേക്കറിന്റെ ശത്രുത അപ്പോൾ തന്നെ തുടങ്ങാറുണ്ട്. WWEയുടെ പ്ലാനുകൾ അനുസരിച്ച് വെയ്ഡ് ബാരറ്റ് വേഴ്സസ് അണ്ടർടേക്കർ തമ്മിലുള്ള, അതായത് നെക്സസ് ടീമിനെതിരെ അണ്ടർടേക്കർ മത്സരിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറി ലൈൻ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ആ ഒരു സ്റ്റോറി ലൈൻ WWE അവസാനിപ്പിക്കുകയുണ്ടായി. അണ്ടർടേക്കർ മാസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നുകൊണ്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ട്രിപ്പിൾ എച്ചിനെതിരെയായിരുന്നു. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർടേക്കർ തിരിച്ചു വന്നപ്പോഴേക്കും നെക്സസ് ടീമിന്റെ ആ ഒരു പുതുമ നഷ്ടപ്പെട്ടു. നെക്സസ് ടീം ഒരുപാട് മത്സരങ്ങളിൽ തോറ്റു. അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടീമിനെതിരെ അണ്ടർടേക്കറിനെ മത്സരിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് തന്നെയായിരുന്നു WWE വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു സ്റ്റോറി ലൈനും അവിടെ ക്യാൻസൽ ആവുകയുണ്ടായി. പിന്നീട് ഏറ്റവും അവസാനത്തെയും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ, അത് ബ്രേ വൈറ്റ് വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള സ്റ്റോറി ലൈൻ ആയിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ബ്രേ വൈറ്റിന്റെ ഫിയന്റ് ക്യാരക്ടറും ബ്രോക്ക് ലെസ്നറിന്റെ ബീസ്റ്റ് ക്യാരക്ടറും തമ്മിൽ മത്സരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കാൻ വേണ്ടി പോവുക
പോവുക എന്നുള്ളത് ഒരിക്കലും ആ ഒരു റിസൾട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും കഴിയില്ല. ഇനി ഒരിക്കലും അങ്ങനെ ഒരു മാച്ച് നടക്കാനും പോണില്ല. കാരണം ബ്രേ വൈറ്റ് മരണപ്പെട്ടിരുന്നു. 2016 റോയൽ റംബിളിൽ, 2016 റോഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രീമിയം ലൈവ് ഇവന്റിൽ, 2023 ഇങ്ങനെ 3 സമയങ്ങളിൽ ഇവർ തമ്മിലുള്ള മത്സരങ്ങൾ WWE ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ 2016 തന്നെ ശരിക്കും വൈറ്റ് ഫാമിലിക്കെതിരെയായിരുന്നു ബ്രോക്ക് ലെസ്നർ മത്സരിക്കാമെന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ 3 തവണയും ഈ മാച്ചുകളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള കാരണം ബ്രോക്ക് ലെസ്നർ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഈ ഒരു ഫ്യൂഡ് ഇഷ്ടമല്ല എന്നുള്ളത് ബ്രോക്ക് തന്നെ പറയുകയുണ്ടായി. ഇവർ രണ്ടുപേരുടെയും സ്റ്റൈലുകൾ മാച്ച് ആകുന്നില്ല. അതായത് ബ്രോക്ക് ലെസ്നർ ഒരു MMA സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് സ്റ്റൈൽ റെസ്ലറാണ്. അദ്ദേഹം വന്ന് ഇടിക്കുമ്പോൾ നല്ലൊരു ഇടിയായിട്ട് തോന്നുന്നുണ്ട്. അദ്ദേഹം വന്ന് ഇടിക്കുമ്പോൾ ചോര വരുന്നുണ്ട്. അദ്ദേഹം വന്ന് ഇടിക്കുമ്പോൾ അത് സീരിയസ് ആയിട്ട് എല്ലാവരും കാണുന്നുണ്ട്. എന്നാൽ ബ്രേ വൈറ്റിന്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, അത് വൈറ്റ് ഫാമിലിയിൽ ഉണ്ടായിരുന്നപ്പോഴായിക്കോട്ടെ, ഫിയൻഡിൽ ഉണ്ടായിരുന്നപ്പോഴായിക്കോട്ടെ, ഒരു സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ഹൊറർ ടച്ചുള്ള സ്റ്റോറി ലൈനായിരുന്നു. ബ്രോക്കിന്റെ ക്യാരക്ടറും ഈ ഒരു സൂപ്പർ നാച്ചുറൽ ക്യാരക്ടറും ഒരിക്കലും ഒത്തുപോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബ്രോക്ക് തന്നെയായിരുന്നു ആ ഒരു മാച്ച് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് റിയലിസ്റ്റിക് ഒപ്പോണന്റിനെതിരെ മത്സരിക്കണമെന്നുള്ളത് ബ്രോക്ക് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെയായിരുന്നു റെസിൽമേനിയ 39 ഇവർ തമ്മിൽ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു മാച്ചിൽ ബ്രോക്കിനെതിരെ മത്സരിച്ചത് ഓമോസ് ആയിരുന്നു. ശരിക്കും ബ്രേ വൈറ്റിന്റെ ഫിയൻഡ് ക്യാരക്ടർ മത്സരിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ബ്രോക്ക് വിജയിക്കുമോ, ഫിയൻഡ് വിജയിക്കുമോ? ശരിക്കും അതൊരു അൺപ്രഡിക്റ്റബിൾ മാച്ച് തന്നെ ആയിരിക്കുമായിരുന്നു. പക്ഷേ ഇനി ഒരിക്കലും അത് സംഭവിക്കില്ല എന്നുള്ളത് കൊണ്ട് നമുക്കത് ചർച്ച ചെയ്തിട്ട് പോലും കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റോറി ലൈനുകൾ, WWE സ്റ്റാർട്ട് ചെയ്ത എന്നാൽ അവർ പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്ന സ്റ്റോറി ലൈനുകൾ. ഇതുപോലെ നിങ്ങൾക്കറിയുന്ന മറ്റേതെങ്കിലും സ്റ്റോറി ലൈനുകൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലെയുള്ള നല്ല കിഡിലൻ വീഡിയോകളുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗായ്സ്.